വിശുദ്ധമായ ഈ രാത്രി പുരാതനമായ കീഴ്വഴക്കമനുസരിച്ച് കർത്താവിന് വേണ്ടിയുള്ള ജാഗരണാനുഷ്ഠാനത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. യാത്രയ്ക്ക് പോയി മടങ്ങിയെത്തുന്ന യജമാനൻ തന്നെ സ്വീകരിക്കുവാൻ ജാഗരണായിരിക്കുന്ന ഭൃത്യരെ തന്നോടൊപ്പം വിരുന്നിരുത്തും എന്ന സുവിശേഷ പ്രബോധനം ഓർത്തുകൊണ്ട് വിശ്വാസികൾ ഇന്നേ ദിവസം തെളിച്ച വിളക്കുമായി ദിവ്യനാഥന്റെ പ്രത്യാഗമനത്തെ കാത്തിരിക്കുന്നു. മരണത്തെ കീഴടക്കിയ കർത്താവിന്റെ വിജയമാണ് ഈസ്റ്റർ. കർത്താവിന്റെ പീഡാസഹനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരു ചരിത്ര സംഭവമായി മാത്രം അവശേഷിക്കുന്നില്ല, മറിച്ച് മാനവരാശിക്ക് വേണ്ടി ജീവന്റെയും മരണത്തിൻ്റെയും മേൽ ആധികാരികമായി ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ലോക ജനതയ്ക്ക് നിത്യജീവൻ പ്രദാനം ചെയ്ത സംഭവം കൂടിയാണ് ക്രിസ്തുവിൻ്റെ ഉയിർപ്പ്. ഇന്ന് പെസഹ ജാഗരണമാണ്. ജാഗരണം എന്നതിൻ്റെ അർത്ഥം ഉണർന്നിരിക്കുക എന്നതാണ്. ആദിമ ക്രൈസ്തവർ പ്രധാന തിരുനാളുകളുടെ തലേ ദിവസം രാത്രിയിൽ ജാഗരണമനുസരിച്ച് രക്ഷകന്റെ പ്രത്യാഗമനത്തിനായി അതിയായ ആഗ്രഹത്തോടെ കാത്തിരുന്നു. അന്നത്തെ പോലെ സുദീർഘമായ ജാഗരണാനുഷ്ഠാനം ഇന്നില്ലെങ്കിലും കർത്താവ് തന്റെ മരണത്തിനുമേൽ നേടിയ വിജയത്തിൽ പങ്കുകാരായി നമുക്ക് ദൈവത്തിൽ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി പ്രത്യാശയോടെ ഉണർവോടെ ഈ തിരുകർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ഇന്നത്തെ തിരുകർമ്മങ്ങൾക്ക് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. ദീപാർച്ചന കർമ്മം, ദൈവവചന പ്രഘോഷണ കർമ്മം, ജ്ഞാനസ്നാന വ്രത നവീകരണം, സ്തോത്രയാഗകർമ്മം. ദീപാർച്ചന കർമ്മം. ആദ്യ ഭാഗമായ ദീപാർച്ചന കർമ്മത്തിലെ തീയും തിരിയും ആശീർവദിക്കുന്ന കർമ്മമാണ് ഇപ്പോൾ നടക്കുക. ഒരു നെരിപ്പോടിൽ രൂപപ്പെടുത്തിയ പുത്തൻ തീ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ അടയാളമാണ്. ബഹുമാനപ്പെട്ട വൈദികൻ പുത്തൻ തീയിൽ നിന്ന് പെസഹ തിരി കത്തിക്കുന്നു. ഉദ്ധിതനായ യേശുവിൻ്റെ സാന്നിധ്യം എന്നും നമ്മോടൊപ്പമുണ്ട് എന്നതിൻ്റെ അടയാളമായി തെളിയിക്കുന്നതാണ് പെസഹ തിരി. ഈ തിരിയുടെ പ്രതീകാത്മകമായ അർത്ഥം സ്പഷ്ടമാക്കാൻ വൈദികൻ പെസഹ തിരിയിൽ കുരിശടയാളം കുറിച്ചുകൊണ്ട് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളായ ആൽഫായും ഒമേഗായും രേഖപ്പെടുത്തുന്നു. ക്രിസ്തു ആദിയും അന്തവുമാണെന്നാണ് ഇവയുടെ അർത്ഥം. കുരിശിൻ്റെ ഓരോ വശത്തും ഈ വർഷത്തെ ഓരോ അകവും കുറിക്കുന്നു. 5 കുന്തിരിക്കുഗോളങ്ങൾ തിരിയിൽ കുറിച്ചിട്ടുള്ള കുരിശടയാളത്തിൽ കുത്തി ഉറപ്പിക്കുന്നു. പുരോഹിതൻ പുത്തൻ തീയിൽ നിന്ന് പെസഹ തിരി കത്തിച്ച ശേഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ പ്രകാശം എന്ന സ്തുതിപ്പ് ആലപിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം എന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാവശ്യം പാടിക്കഴിയുമ്പോൾ എല്ലാവരും പെസഹ തിരിയിൽ നിന്ന് തങ്ങളുടെ തിരികൾ കൊളുത്തുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ബലിവേദിയിൽ നിന്ന് പാടിക്കഴിയുമ്പോൾ ദേവാലയത്തിലെ വിളക്കുകൾ തെളിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദീപാർച്ചനയ്ക്കായി ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ ഒരുമിച്ച് കൂടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
വത്സല സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ രാത്രിയിൽ ജാഗ്രതത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ച് വരുവാൻ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന സഭാമക്കളെ തിരുസഭ ക്ഷണിക്കുന്നു. വചനം ശ്രമിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിന്റെ പെസഹ ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മരണത്തിന്മേലുള്ള വിജയത്തിൽ പങ്കാളിയാകുവാനും അവിടെ തൊടുത്ത് ദൈവത്തിൽ ജീവിക്കുവാനുള്ള പ്രത്യാശ നമുക്ക് നൽകുന്നു. ഇപ്പോൾ പുത്രന്റെ ആശീർവാദ കർമ്മമാണ് നടത്തപ്പെടുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രൻ വഴി അങ്ങേ മഹത്വത്തിന്റെ അഗ്നി വിശ്വാസികളിൽ അങ്ങ് ചുരിഞ്ഞുവല്ലോ. ഈ പുത്രത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഈ പെസഹ മഹോത്സവം വഴി സ്വർഗീയാഭിലാഷങ്ങൾ പ്രചോദിപ്പിക്കുന്ന അതുപോലെ നിർമ്മല മാനസരായ നിത്യമായ മഹത്വത്തിന്റെ ആഘോഷത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഉൾക്കൊള്ളണമേ. പെസഹത്തിന്റെ ആശീർവാദമാണ്. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. ആമേൻ. മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ദീപ്തി ദൂരം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും കൂരിരുൾ നീക്കുമാറാകട്ടെ. ഇതിനോട് പ്രവേശിക്കുകയാണ് എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ വഴി പ്രവേശിക്കാനായിട്ട് പറ്റില്ല. മേശ കിടക്കുന്നുണ്ട്, സ്പീക്കറുണ്ട്. ഈ വഴി എല്ലാവരും മുകളിലോട്ട് കയറാനായിട്ട് ശ്രമിക്കേണ്ടതാണ്.
പെസഹ പ്രഘോഷണം. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകരിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളായി ജനങ്ങളെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ദൈവം. ആ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതാണ് പെസഹ പ്രഘോഷണം. നമുക്ക് നന്ദി നിറഞ്ഞ മനസ്സോടെ ആഹ്ലാദഭരിതരായി പെസഹ പ്രഘോഷണത്തിൽ പങ്കുചേരാം. ഈ സമയം എല്ലാവരും കത്തിച്ച തിരികളുമായി എഴുന്നേറ്റു നിൽക്കുന്നു. തുളസിക്കട്ടെ ആനന്ദത്തീര അന്വയരട്ടെ മോദം തിങ്ങിന ദിവ്യകർമ്മങ്ങൾ കാന്തി കന്ദള മഞ്ഞിരട്ടെ ക്രിസ്തുവിൻ
ശിക്ഷകളും ശുദ്ധിയുമായി ബന്ധിക്കുകയും ക്രിസ്തുവിത്തൊരു രാത്രിയിലെ നിസ്തുല മോഹനമായതു രക്ഷയതില്ലായിരുന്നുവെങ്കിൽ ഈശ്വരമായി ജന്മം പോലും ഞങ്ങളോടുള്ള വാത്സല്യമോത്താം വർണ്ണനതീതം സമുദ്രതുല്യം ക്രിസ്തുവിൻ മൃത്യുവാൽ ധന്യമായി ആദത്തിൻ പാപങ്ങളാദമായി രക്ഷകൻ ഭൂവിൽ പിറക്കുവാനായി ആവശ്യമായി വന്നു പാപമപ്പോൾ സ്വീകരിക്കണമേ പരമവിശുദ്ധനം സ്വർഗദാതാ അരുളണി ആശംസനുഗ്രഹങ്ങൾ Thank you.
കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ച് തെളിയിച്ചൊരു കൈത്തിരി ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ച് തെളിയിച്ചൊരു കൈത്തിരി ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. നറുമണം പാറുന്ന യാഗമായി നിന്നിത് കരുതിനെ കൈക്കൊള്ളാൻ കനിയണമേ അനുവദിക്കേണമാം ദ്യോവിൽ വിളക്കുവാൻ മിളിതമാനിതിൽ കാന്തിയുന്ന അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ച് തെളിയിച്ചൊരു കൈത്തിരി ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. ഇതുമഹിതോജ്വല ശോഭ ചൊരിയട്ടെ പുലർത്താരമായതും കണ്ടിടട്ടെ പാതാളത്തീർന്നും മടങ്ങിയ സാചരം കാണാതെ മാനവം വംശത്തിന്മേൽ അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ച് തെളിയിച്ചൊരു കൈത്തിരി ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. അക്ഷയ ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർണ്ണം അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ച് തെളിയിച്ചൊരു കൈത്തിരി ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഒലിയാതെ